ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ തത്സമയം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഔദ്യോഗിക തലത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ആദ്യ കണ്ണി എന്നു തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് മുരാരി ബാബു. മുരാരി ബാബുവിലൂടെ മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക. എങ്ങനെയാണ് പോറ്റിക്കൊറ്റയ്ക്ക് ഇത് സാധ്യമായത് എന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത്. ഒറ്റയ്ക്കല്ല എന്നതിന്റെ കൂട്ടുപ്രതികൾ കൂടി അറസ്റ്റിലാവുകയാണ്. ഇനി മറ്റാരിലേക്കൊക്കെ അന്വേഷണം പോകും? ഇത് ഒറ്റയ്ക്കാണോ കൂട്ടുപ്രതിയോടെയാണോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഇവിടെ ദേവസ്വം ബോർഡിന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമാണ്. 2 ദേവസ്വം ബോർഡുകളുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം വകുപ്പിന്റെ പങ്കിനെ കുറിച്ച് വളരെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് 6 ആഴ്ച സമയമാണ് കോടതി അനുവദിച്ചിരുന്നത്. ആ 6 ആഴ്ചയിൽ ഏകദേശം 3 ആഴ്ചയോളം പൂർത്തിയാകുന്നു. ഇപ്പോ ഒരു പോറ്റിയിൽ നിന്നും മുരാരി ബാബുവിലേക്ക് എത്തുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ കിങ് പിന്നുകളിലേക്ക് ഇപ്പോഴും അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്, നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, സമയബന്ധിതമായി ഈ കേസ് അന്വേഷിച്ച് പൂർത്തിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ മുരാരി ബാബുവിലേക്ക് എത്തുന്നു. മുരാരി ബാബുവിന്റെ ദേവസ്വം ബോർഡ് തന്നെ സസ്പെൻഡ് ചെയ്തിട്ട് എത്രയോ ദിവസങ്ങളായി. അപ്പോ ഇതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് പ്രതിയാണ്. അവരെ ആരെങ്കിലും ഒന്ന് വിളിച്ചു വരുത്തി അവരുടെ ഒരു മൊഴിയെടുക്കാൻ പോലും ഇപ്പോഴും അന്വേഷണ ഏജൻസികൾ തയ്യാറാകാതിരിക്കുമ്പോൾ ഈ അന്വേഷണ ഏജൻസികളുടെ ഉദ്ദേശശുദ്ധി ആരെങ്കിലും ചോദ്യം ചെയ്താൽ കുറ്റപ്പെടുത്താനാകില്ല. തീർച്ചയായും അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിന്റെ പങ്കിനെ കുറിച്ച് വളരെ വ്യക്തമാണ്. ഞങ്ങളാരും പറയുന്നതല്ല, അത് ഹൈക്കോടതി തന്നെ തുടർച്ചയായി സൂചിപ്പിക്കുന്നുണ്ട്. പഴയ ദേവസ്വം ബോർഡിനെ കുറിച്ചും പുതിയ ദേവസ്വം ബോർഡിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും മൊഴിയെടുക്കുവാനോ അവരെ ഒന്നും ചോദ്യം ചെയ്യുവാനോ പോലും ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായിട്ടില്ല എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്. ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോ 2 ആഴ്ച കഴിഞ്ഞ് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗൂഢാലോചനയുണ്ടെങ്കിൽ അന്വേഷിക്കണം എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുമ്പോൾ കോടതിയുടെ അനുമതിയോടുകൂടി അത്തരം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം എന്നൊരു നിലയായിരിക്കില്ലേ അന്വേഷണ സംഘവും സ്വീകരിക്കുന്നത്? അത് ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. കോടതി 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുകയും വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട ആളുകളെ തന്നെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതിനു ശേഷവും ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് സംശയിച്ചാൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനാകുമോ? ഇപ്പൊ എത്രയോ നോക്കൂ, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എത്ര ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മുരാരി ബാബുവിനെതിരായിട്ട് നടപടി ഉണ്ടാകുന്നത്. ഇനി എപ്പോഴാണ് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നത്? 6 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമെന്നോ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ അവിടെയാണ് പ്രശ്നം. കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടും ഈ അന്വേഷണം മെല്ലപ്പോക്കിലാണ്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡിലെ പ്രതിയാക്കിയിട്ട് പോലും അവരിൽ നിന്ന് മൊഴിയെടുക്കാൻ കഴിയുന്നില്ല? അപ്പൊ അതിനൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഏജൻസികൾക്ക് അവരവരുടേതായ ന്യായീകരണം ഉണ്ടാകുമെങ്കിലും ഭക്തരെ സംബന്ധിച്ച് ഇതൊന്നും ന്യായീകരിക്കത്തക്ക കാര്യങ്ങളല്ല ഭക്തർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. എന്തായാലും 2 പേരെയാണ് നിലവിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയുമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. 2ാമത്തെ FIR-ൽ 8ാമത്തെ പ്രതിയാണ് 2019 ദേവസ്വം ബോർഡ്. എന്തുകൊണ്ട് അവരെ അടക്കം ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ ഒരു മൊഴി എടുക്കാനുള്ള തീരുമാനമെങ്കിലും ഉണ്ടാകുന്നില്ല അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം.